CPM സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനത്തിന് അല്പസമയത്തിനകം തുടക്കമാകും. കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ പതാക ഉയർത്തും. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സംഘടനാ രാഷ്ട്രീയ റിപ്പോർട്ടുകൾ അവതരിപ്പിക്കും. പാർട്ടി ശക്തി കേന്ദ്രങ്ങളിൽ പോലും BJPയിലേക്ക് വോട്ട് പോകുന്നുവെന്ന് CPM സംഘടനാ റിപ്പോർട്ടിൽ പരാമർശം. ചില ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനം സർക്കാരിനോടുള്ള എതിർപ്പിന് കാരണമാകുന്നുവെന്നും വിമർശനമുണ്ട്. 530ഓളം പ്രതിനിധികളാണ് സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. 75 വയസ്സ് പ്രായപരിധി കടന്നവരെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കും. സമ്മേളന നഗരിയിൽ നിന്ന് സുനിൽ ഐസക്, അതുപോലെ മുഖ്യമന്ത്രി അടക്കമുള്ള നേതാക്കൾ തങ്ങുന്ന ഹോട്ടലിന് മുന്നിൽ നിന്ന് ലിജോ റോളൻസ് എന്നിവർ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ലിജോയിലേക്കാണ്. ലിജോ, അല്പസമയത്തിനകം തന്നെ സമ്മേളനത്തിന് തുടക്കമാവുകയാണ്. മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും അവിടെ നിന്നിറങ്ങിയോ? അമൃത, കൊല്ലത്തേക്ക് 30 വർഷത്തിന് ശേഷം വന്നിരിക്കുന്ന CPM സംസ്ഥാന സമ്മേളനം 9:30 തന്നെ ആരംഭിക്കും. 24ാമത് പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായിട്ടുള്ള സംസ്ഥാന സമ്മേളനമാണ് ഇന്നു മുതൽ 9-ാം തീയതി വരെ കൊല്ലത്ത് നടക്കുന്നത്. കൊല്ലം ടൗൺ ഹാൾ കോടിയേരി ബാലകൃഷ്ണൻ നഗറാണ് അതിൻ്റെ പ്രധാന വേദി എന്ന് പറയുന്നത്. പ്രതിനിധി സമ്മേളനം ഉൾപ്പെടെ നടക്കുന്നത് ഇവിടെ തന്നെയാണ്. ഞാനിപ്പോൾ ഉള്ളത് അമൃത പറഞ്ഞതുപോലെ തന്നെ ഈ നേതാക്കൾ ഉൾപ്പെടെ താമസിക്കുന്ന ഹോട്ടലിലാണ്. നിരവധി നേതാക്കളാണ് നിലവിൽ ഇവിടെ നിന്നും ഇറങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള നേതാക്കളും ഇവിടെ നിന്ന് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ നേരത്തെ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങുകയും ചെയ്തിട്ടുണ്ട്. മുഖ്യമന്ത്രി ഏകദേശം 9:30 ആയിരിക്കും ഇവിടെ നിന്നും ഇറങ്ങുക എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം. അത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത്. നേതാക്കളായിട്ട്, അതായത് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ, പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവരെല്ലാം തന്നെ ഇവിടെയാണ് താമസിക്കുന്നത്. ഈ ഹോട്ടലിൽ തന്നെയാണ് താമസിക്കുന്നത്. 9:30 സമ്മേളനം ആരംഭിക്കും. 9:30 PB കോർഡിനേറ്ററായിട്ടുള്ള പ്രകാശ് കാരാട്ടാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. സമ്മേളനത്തിൻ്റെ ഇന്നത്തെ ഒരു നടപടിക്രമം എന്ന് പറയുന്നത് ആദ്യഘട്ടത്തിൽ പതാക ഉയർത്തൽ, അതായത് സമ്മേളന വേദിക്ക് മുന്നിൽ പതാക ഉയർത്തും. പതാക ഉയർത്തുന്നത് കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള AK ബാലനാണ്. അതിനുശേഷം രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയുണ്ട്. പുഷ്പാർച്ചനയ്ക്ക് ശേഷം ഇവർ സമ്മേളന വേദിക്കുള്ളിലേക്ക് പ്രവേശിക്കുകയും പ്രതിനിധികളെല്ലാം തന്നെ സമ്മേളന വേദിക്കുള്ളിൽ പ്രവേശിക്കുകയും ആ സമയത്ത് മാധ്യമങ്ങൾക്കുൾപ്പെടെ പ്രവേശനവുമുണ്ട്. ആദ്യം രക്തസാക്ഷി പ്രമേയം അവതരിപ്പിക്കും. കഴിഞ്ഞ ഒരു സമ്മേളന കാലയളവിന് ശേഷം ഉണ്ടായ പാർട്ടിയുമായി ബന്ധപ്പെട്ട രക്തസാക്ഷികളെക്കുറിച്ചുള്ള കാര്യങ്ങൾ കൃത്യമായി വിവരിക്കും. അതിനുശേഷമായിരിക്കും അനുശോചന പ്രമേയം അവതരിപ്പിക്കുക. ഈ ഒരു കാലഘട്ടത്തിൽ ഈ മരിച്ചുപോയ നിര്യാതരായിട്ടുള്ള നേതാക്കളെക്കുറിച്ചുള്ള അല്ലെങ്കിൽ രാജ്യങ്ങളിലെ നേതാക്കളെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. അത്തരത്തിലുള്ള പ്രമുഖരായിട്ടുള്ള വ്യക്തികൾ ആരൊക്കെയാണ് മരിച്ചതെന്നുള്ള വിവരങ്ങൾ കൃത്യമായി അവിടെ അവതരിപ്പിക്കും. തുടർന്ന് പ്രതിനിധി സ്വാഗത സംഘം ചെയർമാനായിട്ടുള്ള KN ബാലഗോപാലാണ് പറയുക. അതിനുശേഷം പ്രതിനിധി സമ്മേളനം ആരംഭിക്കും. പ്രകാശ് കാരാട്ടാണ് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. അതുവരെയുള്ള കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് ഉൾപ്പെടെ പ്രവേശനവുമുണ്ട്. അതിനുശേഷം ഏകദേശം അരമണിക്കൂറൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ അത് നീണ്ടു നിൽക്കുക. തുടർന്ന് പ്രവർത്തന റിപ്പോർട്ട് അവതരണമാണ്. അതായത് ഈ CPMനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു സമ്മേളനത്തിന് ശേഷം ഉണ്ടായ പ്രവർത്തനങ്ങൾ, അതിൻ്റെ വിലയിരുത്തലുകൾ, തുടർന്ന് രാഷ്ട്രീയമായിട്ടുള്ള മാറ്റങ്ങൾ, അതിനെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളൊക്കെ ആയിരിക്കും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അവതരിപ്പിക്കുക. അതിനുശേഷം ആയിരിക്കും ചർച്ചകൾ നടക്കുക. അതായത് ജില്ലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ചർച്ചകളായിരിക്കും. മാത്രവുമല്ല, ഇന്ന് വൈകുന്നേരത്തോടു കൂടെ ആയിരിക്കും മുഖ്യമന്ത്രി നയരേഖ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കുക. അതാണ് ഇതിൻ്റെ ഒരു ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. നിരവധിയായിട്ടുള്ള നേതാക്കൾ ഇപ്പോൾ തന്നെ സമ്മേളന വേദിയിലേക്ക് പോയിട്ടുണ്ട്. മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ രാവിലെ മുതൽ തന്നെ ഇവിടെ നിന്ന്, അതായത് 8:30 തന്നെ നേതാക്കൾ ഓരോരുത്തരും തന്നെ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ പ്രകാശ് കാരാട്ട് ഉൾപ്പെടെയുള്ള ഭക്ഷണത്തിന് ശേഷം അധികം വൈകാതെ ഇവിടെ നിന്നും ഇറങ്ങും എന്നുള്ള വിവരമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അമൃത.